+2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ കൺസെപ്റ്റ്സ് ആണ്. ഡാറ്റാബേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് കീ കോൺസെപ്റ്റ്സ്? എന്തിനാണ് കീസ്? എന്താണ് കീസ്? ഒരു എക്സാമ്പിൾ വഴി നമുക്ക് പറയാം. നിങ്ങളെല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടാവും. +1 ആയാലും അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണെങ്കിലും പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് സൈറ്റിൽ പോയി. നമ്മൾ റിസൾട്ടിൻ്റെ സൈറ്റിൽ പോയി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തു. രജിസ്റ്റർ ടൈപ്പ് ചെയ്തിട്ട് ചെക്ക് റിസൾട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിങ്ങളുടെ റിസൾട്ട്, അതായത് നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, സ്കൂള്, സെപ്പറേറ്റ് സബ്ജക്റ്റുകളിൽ കിട്ടിയ സെപ്പറേറ്റ് മാർക്കുകൾ, ടോട്ടൽ മാർക്ക്, ഗ്രേഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റാബേസിൽ റോസും കോളംസും ആയിട്ടാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ ടാബുലേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ആ സ്റ്റാഫുകൾ അവരുടെ സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ നമ്പറൊക്കെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യും. ആ സിസ്റ്റത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ സെർവറിൽ നിന്നാണ് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ എവിടെയും അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സേവ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടൊക്കെ അതിൽ അവർ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ഡാറ്റാബേസിലേക്ക്, ഇതുപോലെ കോളംസും റോസും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഡാറ്റാബേസിലേക്ക് ആയിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുക. അല്ലേ, ഇപ്പോൾ രജിസ്റ്റർ നമ്പർ 105 കിട്ടിയ കുട്ടിക്ക് കുട്ടിയുടെ പേര് സി ആണ്. സബ്ജക്റ്റ് 1ാമത്തെ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് 10 ആണ്. 2ാമത്തെ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് 11 ആണ്. ടോട്ടൽ മാർക്ക് 21 ആണ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഡാറ്റാബേസിൽ ഇങ്ങനെ ഡാറ്റകൾ ഫീഡായി കൊണ്ടേയിരിക്കും. അല്ലേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാറ്റാബേസിലുള്ള ഡാറ്റകൾ എപ്പോഴും അൺഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ അൺഓർഡേർഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൽ ഒരിക്കലും ഡാറ്റകൾ ഏതെങ്കിലും ഒരു ഓർഡറിലാവില്ല. അൺഓർഡേർഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഇവിടെ 105 രജിസ്റ്റർ നമ്പർ കിട്ടിയ കുട്ടിയുടെ ഡീറ്റെയിൽസ്, പിന്നെയാണ് 101 എൻ്റർ ചെയ്തിരിക്കുന്നത്, പിന്നെയാണ് 108 എൻ്റർ ചെയ്തിരിക്കുന്നത്. അല്ലേ, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസിലെ ഡാറ്റകൾ എന്താ പറയുക, സേവ് ആവുക അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുക. അല്ലേ, അല്ലാണ്ട് ഒരു ആൽഫബറ്റിക് ഓർഡറിലോ നോക്കി നോക്കുക, ആൽഫബറ്റിക് ഓർഡറിലല്ല, അതല്ലാന്നുണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡറിലല്ല, ഡിസെൻഡിങ് ഓർഡറിലല്ല. നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ ഡാറ്റകൾ എപ്പോഴും എങ്ങനെയാണോ എൻ്റർ ചെയ്യുന്നത്, ഏതൊക്കെ സമയത്താണോ എൻ്റർ ചെയ്യുന്നത്, ആ സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഡാറ്റകൾ വരികയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസിൽ നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലും അവർ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ മാർക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ 101 കിട്ടിയ കുട്ടിയുടെ ആദ്യം ചെയ്തു, പിന്നെ 10 കിട്ടിയ കുട്ടിയുടെ ഡാറ്റാബേസിൽ ഡാറ്റകളാണ് എൻ്റർ ചെയ്യുന്നത്, മാർക്കുകളാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 101 കഴിഞ്ഞിട്ട് 1010 ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിലുള്ള ഡാറ്റകൾ എപ്പോഴും അൺഓർഗനൈസ്ഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കാം, നമ്മൾ 108 ആണ് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ രജിസ്റ്റർ നമ്പർ. നമ്മുടെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് തുറന്നു. ആ വെബ്സൈറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഫോം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ 108 ആണെങ്കിൽ രജിസ്റ്റർ നമ്പർ 108ൽ 8 അവിടെ ടൈപ്പ് ചെയ്തു. രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ സെർച്ച് ബട്ടണിൽ അല്ലെങ്കിൽ ചെക്ക് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 108 ആണ്, പേര് സി ആണ്, 1ാമത്തെ വിഷയത്തിൽ കിട്ടിയ മാർക്ക് 5 ആണ്, 2ാമത്തേൽ 10 ആണ്, ടോട്ടൽ 15 ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു റിസൾട്ട് നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, നമ്മൾ ഈ 108 അതായത് ഈ രജിസ്റ്റർ നമ്പർ മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്തപ്പോഴാണ് നമ്മൾക്ക് എന്ത് വന്നത്, ഈ ഒരു കംപ്ലീറ്റ് റെക്കോർഡ്, ഈ കംപ്ലീറ്റ് ടപ്പിൾസ് എന്ന് പറയുക അല്ലേ, ഈ കംപ്ലീറ്റ് ടപ്പിൾസ് നമ്മളുടെ കൂടെ വന്നു, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് റെക്കോർഡ് നമ്മളുടെ കൂടെ വന്നു. അല്ലേ, ഇപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലേ, അല്ലാണ്ട് എല്ലാ സബ്ജക്റ്റും
നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണോ? വേണ്ട. നമ്മുടെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് രജിസ്റ്റർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങോട്ട് ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് താഴെ അങ്ങോട്ട് വരും. ആ താഴെ വരുന്നത് എങ്ങനെയാണ്? അതാണ് ഇനി നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ഡാറ്റാബേസിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സോ ഉപയോഗിച്ചും കൊണ്ട് ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് റെക്കോർഡിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് കീ കൺസെപ്റ്റ്. എന്താ പറയുക? കീ കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് കീ കൺസെപ്റ്റ് എന്നുള്ള പച്ച മലയാളത്തിൽ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടോ എന്ന് പറയുന്നത് എന്താ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കോളംസിന് നമ്മൾ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 108 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് അല്ലേ, ഈ 108 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് സെർച്ച് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഈ കംപ്ലീറ്റ് റെക്കോർഡുകളും മീൻസ് ഈ കംപ്ലീറ്റ് ടപ്പിൾ, ഈ ഒരു ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 108നെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് റെക്കോർഡല്ലേ? ഈ കംപ്ലീറ്റ് റെക്കോർഡും എന്ത് ചെയ്തു? എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു, അല്ലേ? അപ്പോൾ ഈ കംപ്ലീറ്റ് റെക്കോർഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ആട്രിബ്യൂട്ടാ? ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഇനിയല്ല നമ്മുടെ രജിസ്റ്റർ നമ്പർ 101 ആണെങ്കിൽ ഇവിടെ ഞാൻ 101 കൊടുത്തിട്ടാണ് ഞാൻ അവിടെ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് എന്താ സംഭവിക്കുക? 101 ഡി നെയിം ഇവിടെ 101 നെയിം അവിടെ ഡി ആണ്. അവിടെ സബ്ജക്റ്റ് 1ൽ കിട്ടിയ മാർക്ക് 15 ആണ്, സബ്ജക്റ്റ് 2ൽ കിട്ടിയത് 8 ആണ്, ടോട്ടൽ 13 ആണ്. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ആട്രിബ്യൂട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് റെക്കോർഡിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നോക്കി നോക്കുക, ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിലെ ഏത് വാല്യൂ എടുത്തിട്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്താലും ആ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് റെക്കോർഡും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് അങ്ങനെ ഫെച്ച് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്കത് വിസിബിൾ ആവുന്നത്? എങ്ങനെയാണ് നമുക്ക് അങ്ങനെ റിസൾട്ട് അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നത്? അതാണ് നമ്മൾ ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് കീസ് എന്ന് പറയുന്നത്. എന്താണ് പറയുക? കീസ്. ഓക്കെ, കീ കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് കീ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മറ്റുള്ള റോസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ടപ്പിൾസിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരു ടപ്പിളിനെ മാത്രം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ള കീസ് വേറൊരു തരത്തിലും കൂടെ പറയാം കേട്ടോ. വേറൊരു തരത്തിലെന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളുകൾ തമ്മിൽ മീൻസ് രണ്ട് റിലേഷൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡാറ്റാബേസുകൾ തമ്മിൽ പരസ്പരം റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ഈ കീ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കീ കോൺസെപ്റ്റ്സ് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് മറ്റുള്ള ടപ്പിൾസിൽ നിന്ന് മറ്റുള്ള റെക്കോർഡുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു റെക്കോർഡിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മീൻസ് ഇവിടെ 108 എന്ന് പറയുന്ന ഈ കുട്ടിയുടെ റിസൾട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 108 എന്ന് പറയുന്ന ഈ കുട്ടിയുടെ റിസൾട്ടുകൾ മാത്രം അല്ലെങ്കിൽ വാല്യൂസ് മാത്രമേ എനിക്ക് ഫോമിൽ ഡിസ്പ്ലേ ഉള്ളൂ. അല്ലാതെ 108 സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് 101ൻ്റെ 105ൻ്റെ വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടപ്പിളിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് 4 തരത്തിലുള്ള കീസാണ്. ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ് കേസ്, പ്രൈമറി കേസ്, ഓൾട്ടർനേറ്റ് കേസ് അല്ലെങ്കിൽ സെക്കൻഡറി കേസ്, ഫോറിൻ കേസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കീസ്? ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ ഓർ സെക്കൻഡറി കീ ആൻഡ് ഫോറിൻ കീ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് നമ്മളുടെ ഈ ഒരു കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 4 കീസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കണം. കീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, 2 ഡാറ്റാബേസുകൾ തമ്മിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരു റിലേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ടപ്പിൾസിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീ കോൺസെപ്റ്റ്സ് ആണ് നമ്മളുടെ ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 4 കീസാണ്: കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, സെക്കൻഡറി കീ, ഓൾട്ടർനേറ്റ് കീ ആൻഡ് ഫോറിൻ കീ. ഇനി ഇത് ഓരോന്നും നമ്മൾക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാൻഡിഡേറ്റ് കീ എന്താണെന്ന് നോക്കാം. കാൻഡിഡേറ്റ് കീ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് used to uniquely identify each records in a table. Okay, candidate key is the minimum set of attribute. അത് candidate key എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അറിയണം, it is the minimum set of attributes uniquely identify each records in a table. അതായത് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ടേബിൾ 1 എന്നും ടേബിൾ 2 എന്നും പറഞ്ഞിട്ട് 2 റിലേഷൻസ്, 2 ഡാറ്റാബേസുകൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 1ലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മളുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീൽഡിലത്തെ ഒരു വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. ഹിയർ S1 എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ A എന്ന് 40 എന്ന് പറയും. മീൻസ് ആ കംപ്ലീറ്റ് റെക്കോർഡ്സ് എനിക്ക് വിസിബിൾ ആവണം അല്ലെങ്കിൽ റീച്ചബിൾ ആവണം. ഓക്കെ, അല്ലേ നമ്മൾ കീ കൺസെപ്റ്റ്സ് അതല്ലേ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ ഈ SID എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, ഈ ആട്രിബ്യൂട്ട്സ് ഉള്ള ഈ ഡാറ്റാബേസിലേക്ക് ശ്രദ്ധിക്കുക. ഞാനിവിടെ SID എന്ന് പറയുന്നതിന് ഞാനൊരു കീ കൺസെപ്റ്റ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. SID എന്ന് പറയുന്നതിന് കീ കൺസെപ്റ്റ് കൊടുക്കുകയാണ്. കീ കൺസെപ്റ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ S1, S2, S3 വീണ്ടും S1 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫോമൊക്കെ ഞാൻ തയ്യാറാക്കി ഇവിടെ SID എന്ന് പറയുന്ന ഈ കോളത്തിൽ ഞാൻ S1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് ഞാൻ ഫെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ, ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് റോ ആണ് റെപ്രസെൻ്റ് ആവുക, അല്ലെങ്കിൽ ഏത് റോ ആണ് ഈ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുക, ഏത് റോ ആണ് വാല്യൂസ് ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യുക. ഈ S1A 40 എന്നാണോ, S1B 50 എന്നുള്ളതാണോ? കൺഫ്യൂഷനായി അവിടെ അല്ലേ? അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ ഈ കേസ് ഈ SID എന്ന് പറയുന്ന ഈ കോളത്തിന് ഞാനൊരു കീ കൺസെപ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്തു അല്ലേ. ഒരു കീ കൺസെപ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്താൽ എന്താ അർത്ഥം? എന്താ, ആ കോളത്തിൽ ഏത് വാല്യൂവിനെ നമ്മൾ കോൾ ചെയ്താലും അത് റെപ്രസെൻ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് റെക്കോർഡ്, മീൻസ് ആ ഓരോ ടപ്പിൾസും എന്ത് ചെയ്യും, നമുക്ക് ഇവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ SID എന്ന് പറഞ്ഞ കോളത്തിന് ഞാൻ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, കീ കോൺസെപ്റ്റ്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇവിടെ S1 എന്ന് പറഞ്ഞിട്ട് വാല്യൂവിനെയാണ് ഞാൻ കോൾ ചെയ്യണത് എങ്കിൽ, ഈ S1 എന്ന് പറയുന്ന വാല്യൂവിനെ കോൾ ചെയ്യുമ്പോൾ ഇതിൽ 2 S1 ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഇതിനും കൺഫ്യൂഷൻ വരും. എന്നെയാണോ വിളിക്കുന്നത്, രണ്ടാളുകൾക്കും എന്ത് വരും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ റോ ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഈ റോ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പോൾ ഈ ഒരു കോളം മാത്രം സെറ്റ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ പറയുകയാണ്, ഈ SID എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനെയും SNAME എന്ന കോളത്തിനെയും കൂടി 2 എണ്ണത്തിനും കൂടി നമ്മളൊരു കീ കോൺസെപ്റ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ SID, SNAME ഇത് രണ്ടും കൊടുക്കുന്ന സമയത്ത് ഈ SIDയും SNAMEഉം ഈ 2 വാല്യൂവും ശരിയാവുമ്പോൾ, ഇവിടെ സെർച്ച് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ശരിയാവുമ്പോൾ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് റെക്കോർഡ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മാത്രം കൊടുത്തിട്ടല്ല നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുക.
നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. കാരണം ആരുടെ റിസൾട്ടാണ് ഡിസ്പ്ലേ ഉണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരും. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഞാനിവിടെ SID എന്ന് പറഞ്ഞ കോളത്തിന് മാത്രമാണ് ഞാനൊരു കീ കൺസെപ്റ്റ് കൊടുക്കണതെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ, ശരിക്കും ഒരു കീ കോൺസെപ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിലെ ഏത് വാല്യൂവിനെ നമ്മൾ എടുത്താലും ആ കംപ്ലീറ്റ് റെക്കോർഡ് നമ്മുടെ കൂടെ പോരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ SID എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിന് മാത്രമാണ് SID എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിന് മാത്രമാണ് ഞാൻ കീ കോൺസെപ്റ്റ് കൊടുക്കണത് എങ്കിൽ എന്ത് ചെയ്യും? ഈ S1 രണ്ട് S1 ഉണ്ട്. അപ്പോൾ ഞാനൊരു S1നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ S1ൻ്റെ റെക്കോർഡാണോ ഈ S1ൻ്റെ റെക്കോർഡാണ് ഡിസ്പ്ലേയിൽ നിന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അടുത്ത ഒരു കോളം കൂടെ അല്ലെങ്കിൽ രണ്ടാമതൊരു കോളം കൂടി ഞാൻ എന്ത് ചെയ്യും? ഒരു കീ കോൺസെപ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും രണ്ട് കോളം ഒരുമിച്ചിട്ട് വരില്ലല്ലോ. ഒന്നാമത്തെ കോളം റിപ്പീറ്റേഷൻ വന്നാലും രണ്ടാമത്തെ കോളം അതേപോലെ റിപ്പീറ്റേഷൻ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് SID എന്ന് പറയുന്ന കോളം, SNAME എന്ന് പറയുന്ന കോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീ കോൺസെപ്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന കീസിനെയാണ് നമ്മൾ എന്ത് പറയുക? കാൻഡിഡേറ്റ് കീസ് എന്ന് പറയാം. എന്താ പറയുക? കാൻഡിഡേറ്റ് കീസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഇവിടെ ഈ കാൻഡിഡേറ്റ് കീയുടെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. ഇറ്റ് ഈസ് ദ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്. യൂസ്ഡ് ടു യൂണിക്വലി ഐഡന്റിഫൈ ഈച്ച് റോസ്. മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളംസ്. അപ്പോൾ ഇവിടെ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SID എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് മാത്രമാണ് ഞാൻ അവിടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടിൽ എനിക്ക് എറർ വരും. ഓക്കെ, അപ്പം മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? രണ്ടെണ്ണം എടുത്തു. രണ്ടെണ്ണം ഞാൻ എന്ത് ചെയ്തു? കാൻഡിഡേറ്റ് കീ ആയിട്ട് ഇതും കൂടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് കൊടുത്തു. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് S1A എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനും വരും. S1B എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് മുഴുവനായിട്ട് വരും. അപ്പോൾ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്, ഇവിടെ മിനിമം സെറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്താ? രണ്ടാണ് അവിടെ. ഓക്കെ, അപ്പോൾ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഈ SIDനി SNAMEനി നമ്മളൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു പറഞ്ഞില്ലേ, ആ കൺസെപ്റ്റാണ് കാൻഡിഡേറ്റ് കീ കൺസെപ്റ്റ്. എന്താ പറയുക? കാൻഡിഡേറ്റ് കീ കൺസെപ്റ്റ്. അപ്പോൾ ഈ കാൻഡിഡേറ്റ് കീ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യൂണിക്വലി ഐഡന്റിഫൈ ഈച്ച് റോസ് ഇൻ എ ടേബിൾ ഫ്രം എ ടേബിൾ. ഓക്കെ, ഒരു ഡാറ്റാബേസിലുള്ള ഒരു ടേബിളിലുള്ള റോസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്താ പറയുക? കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടേബിൾ 1ൻ്റെ കേസിൽ ഒന്നാമത്തെ കോളം മാത്രമാണ് ഞാൻ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് ഒരിക്കലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. കാരണം SIDയുടെ കോളത്തിൽ, ഒന്നാമത്തെ കോളത്തിൽ എനിക്ക് വാല്യൂസ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. S1 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ കോളം കൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? രണ്ടും കൂടെ ഞാൻ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേക്കാം. ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ ടേബിളിൽ എനിക്ക് SID എന്ന് പറയുന്ന ഈ കോളം മാത്രം എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നില്ല. റിപ്പീറ്റേഷൻ അവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ റിപ്പീറ്റേഷൻ വരിക കാരണമാണ് ഞാൻ എന്ത് ചെയ്തത്? രണ്ടാമതൊരു കോളം കൂടെ കൂട്ടിയിട്ട് ഞാൻ എന്ത് സെറ്റ് ചെയ്തത്? കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കാൻഡിഡേറ്റ് കീ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പ്രൈമറി കീ ആണ്. എന്താണ് രണ്ടാമത്തെ? പ്രൈമറി കീ. ഓക്കെ, എന്താണ് പ്രൈമറി കീ? പ്രൈമറി കീ എന്താണെന്ന് നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ കാൻഡിഡേറ്റ് കീ പറഞ്ഞ പോലെ തന്നെ രണ്ട് കോളംസ് ഉണ്ട്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കോളമാണോ, ഏത് ആട്രിബ്യൂട്ടാണോ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാത്ത ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ SID എന്ന് പറയുന്ന ഒരു കോളം, ഈ ഒരു കോളത്തിന് നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം പ്രൈമറി കീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആട്രിബ്യൂട്ട് നമുക്ക് ഒരുമിച്ചിട്ട് കാൻഡിഡേറ്റ് കീ ചെയ്ത പോലെ രണ്ട് ആട്രിബ്യൂട്ടും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കോളം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോളം മാത്രമാണ്
പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ, ഈ ടേബിൾ 1ൻ്റെ കേസിൽ ഈ SID ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം എന്താ, ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഐഡൻറ്റിഫൈ നമ്പറിലോ രജിസ്റ്റർ നമ്പറിലോ ഡ്യൂപ്ലിക്കേഷൻ വരില്ല. പക്ഷേ ഈ കോളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ ഇതെനിക്ക് ഒരിക്കലും പ്രൈമറി കീ ആയിട്ട് എനിക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഈ കോളം. നേരെ മറിച്ച് ടേബിൾ 2ലാണെങ്കിൽ SID എന്ന് പറയുന്ന കോളത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി കീ ആയിട്ട് ഈ ആട്രിബ്യൂട്ടിനെ എനിക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താ, ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ SID എന്ന് പറയുന്ന ഈ കോളം ഞാൻ പ്രൈമറി കീ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ S1 എന്ന് പറയുന്ന ഈ വാല്യൂവിനെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത്, കോൾ ചെയ്യുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് റെക്കോർഡും എൻ്റെ കൂടെ പോരും. S4നെ ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് റെക്കോർഡും ഇതിൻ്റെ കൂടെ പോരും. നമ്മൾ ക്ലാസ്സിലൊക്കെ ലീഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെയാണ്, ലീഡർ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെയാണ്. ഒരു ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ക്ലാസ്സിനെ മൊത്തം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളല്ലേ. അതുപോലെ ഈ കോളം ഇതൊരു ലീഡറാണ് SID എന്ന് പറഞ്ഞ കോളത്തിൽ. ഈ കോളത്തിലുള്ള ആരും ഈ കോളത്തിൽ നിന്നുള്ള ഏത് വാല്യൂവിനെ വിളിച്ചാലും അതിൻ്റെ കൂടെ ഉള്ള എല്ലാതും നമ്മുടെ കൂടെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ആണ്. ഒരു കോളത്തിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു കോളം കൂടി നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്താ പറയുക, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ പ്രൈമറി കീയിൽ നമുക്ക് എന്ത് വരാൻ പാടില്ല, അവിടെ ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ വന്നു പറഞ്ഞാൽ അവിടെ മിസ്റ്റേക്ക് വരും. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം യുണീക്ക് വാല്യൂസ് ആയിരിക്കും, എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡറി കീ എന്താണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കീ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളിൻ്റെ കൂടിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളിൻ്റെ കൂടെ പറയാമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കോളത്തിൽ നമുക്ക് കാൻഡിഡേറ്റ് കീ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ SID എന്ന് പറഞ്ഞ കോളത്തിനെ എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം ഇതിൽ ഒറ്റയ്ക്ക് മതി, ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. നെയിമിൻ്റെ കോളം എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം വാല്യൂസ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മാർക്കിൻ്റെ കോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് എനിക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഗ്രേഡിൻ്റെ കോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം, കാരണം അവിടെ ഒന്നും ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റാബേസിൽ എത്ര വേണമെങ്കിലും എന്താവാം, കാൻഡിഡേറ്റ് കീ ആവാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ SID എന്ന് പറഞ്ഞ കോളം കാൻഡിഡേറ്റ് കീ ആണ്, മാർക്കിൻ്റെ കോളം കാൻഡിഡേറ്റ് കീ ആണ്, ഗ്രേഡിൻ്റെ കോളം കാൻഡിഡേറ്റ് കീ ആണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഗ്രേഡ് എന്നെഴുതി ഇവിടെ D എന്ന് പറഞ്ഞ് ഇതിനെ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ, ഈ ഫോമിൽ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് D എന്ന് പറഞ്ഞ് ഗ്രേഡ് കിട്ടിയത് ഏതാണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് റെക്കോർഡ് അതിൻ്റെ കൂടെ വരും അല്ലേ. കാരണം ഇവിടെ SIDയുടെ കോളം, മാർക്കിൻ്റെ കോളം, ഗ്രേഡിൻ്റെ കോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കോളത്തിലും വാല്യൂസ് എനിക്ക് റിപ്പീറ്റേഷൻ വരുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ കോളത്തിനെ തനിച്ച് എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ഈ കോളം വേറൊരു കോളം കൂടി എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം, പക്ഷേ ഈ കോളത്തിനെ മാത്രം എനിക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ എന്താണ്, 2 വാല്യൂസ് അവിടെ റിപ്പീറ്റേഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേട്ടോ, ഇങ്ങനെ ഒരു ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് കീ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ടേബിൾ 1ൽ തന്നെ SID എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീ ആണ്, മാർക്ക് 1 എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കീ ആണ്, ഗ്രേഡ് എന്ന് പറയുന്ന കോളം ആട്രിബ്യൂട്ടും എന്താണ്, കാൻഡിഡേറ്റ് കീ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഈ കോളംസ്, ഈ 3 കോളംസും ഞാൻ എന്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോളത്തിൽ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് കീ വരികയാണെങ്കിൽ അതിൽ ഒന്ന് പ്രൈമറി കീ ആയിരിക്കും, ഒന്ന് പ്രൈമറി കീ ആയിട്ട് സെർവ് ചെയ്യണം, ഒന്ന് പ്രൈമറി കീ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെർവ് ചെയ്യണം. മറ്റുള്ളത് എന്തായിരിക്കും, അവിടെ ആൾട്ടർനേറ്റ് കീ ആയിരിക്കും. എന്തായിരിക്കും, ആൾട്ടർനേറ്റ് കീസ് ആയിരിക്കും. കൺഫ്യൂഷൻ ആയോ? അതായത് ഒരു ടേബിളിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് കീസ് വരികയാണെങ്കിൽ അതിൽ ഒന്ന് പ്രൈമറി കീയും മറ്റുള്ളത് എന്തായിരിക്കും, അവിടെ ആൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ സെക്കൻഡറി കീ ആയിരിക്കും. പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും എന്ന് പറയുന്ന പോലെ, ഓക്കെ, ഡയറക്ടറും PA എന്ന് പറയുന്ന പോലെ. അതായത് ഒരു ഡാറ്റാബേസിൽ ഒന്നിലധികം
കാൻഡിഡേറ്റ് കീസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ SID കാൻഡിഡേറ്റ് കീ ആയിരുന്നു, മാർക്കിംഗ് കാൻഡിഡേറ്റ് കീ ആണ്, ഗ്രേഡും കാൻഡിഡേറ്റ് കീ ആണ്. ഒന്നിലധികം കാൻഡിഡേറ്റ് കീ വരുന്ന സമയത്ത് ഒരെണ്ണം പ്രൈമറി കീയും മറ്റതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തു ആവും? ഓൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ സെക്കൻഡറി കീയും ആയിരിക്കും. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ സെക്കൻഡറി കീ? ഓൾ കാൻഡിഡേറ്റ് കീസ് എക്സെപ്റ്റ് പ്രൈമറി കീ ഈസ് ട്രീറ്റഡ് ആസ് ഓൾട്ടർനേറ്റ് കീ. എന്താ പറഞ്ഞത്? ഓൾ കാൻഡിഡേറ്റ് കീസ് എക്സെപ്റ്റ് പ്രൈമറി കീ. ഇത് കാൻഡിഡേറ്റ് കീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ SID കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം, മാർക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം, ഗ്രേഡ് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് മൂന്നും നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ആ ഒരു ടേബിളിൽ 3 കാൻഡിഡേറ്റ് കീ, ഒന്നിലധികം കാൻഡിഡേറ്റ് കീ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൈമറി കീ ആയിരിക്കും, മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുമായിട്ട് മാറും? ഓൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ സെക്കൻഡറി കീ ആയിട്ട് മാറും. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ എന്താണ് സെക്കൻഡറി കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾ കാൻഡിഡേറ്റ് കീസ് എക്സെപ്റ്റ് പ്രൈമറി കീ. പ്രൈമറി കീ അല്ലാത്ത എല്ലാ കാൻഡിഡേറ്റ് കീസിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റ് കീ അല്ലെങ്കിൽ സെക്കൻഡറി കീ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ഫോറിൻ കീ എന്താണെന്ന് നോക്കാം. ഫോറിൻ കീ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ നമ്മൾ എന്താ പറയുക? ഫോറിനേഴ്സ് എന്നാ പറയുക, അല്ലേ? ദുബൈയിലോ കുവൈത്തിലൊക്കെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫാദറോ ബ്രദേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫോറിനിൽ, അല്ലെങ്കിൽ എന്താ ജോലി ചോദിച്ചാൽ ഫോറിനിലാണെന്ന് പറയും, അല്ലേ? ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത്, അതായത് ഈ ഫോറിനേഴ്സ് ആയിരിക്കും നമ്മുടെ ഇന്ത്യനെയും മറ്റുള്ള രാജ്യങ്ങളെയും തമ്മിൽ കണക്റ്റ് ആക്കുന്നത്, അല്ലേ? അവർ ആ കണക്ഷനാണ്, അല്ലെങ്കിൽ അവിടെ പോയി വരിക എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ്, അല്ലേ? ഇവിടെ ഈ ഫോറിൻ കീ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ടേബിളുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 ടേബിളുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? നമ്മുടെ ഈ ഫോറിൻ കീസ് യൂസ് ചെയ്യുക. 2 ടേബിളുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ഈ ഫോറിൻ കീസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് ടേബിളുകളുണ്ട്, അതായത് ടേബിൾ 1 ഉണ്ട്, ടേബിൾ 2 ഉണ്ട്. ഓക്കെ, ഈ 2 ടേബിളിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ഫോറിൻ കീ യൂസ് ചെയ്യുക. അങ്ങനെ ഫോറിൻ കീ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒന്നാമത്തെ ടേബിളിലുള്ള ഏതെങ്കിലും ഒരു കോളം, മീൻസ് ഒരു ആട്രിബ്യൂട്ടിനെ ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണം കേട്ടോ. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിളുകളും തമ്മിൽ പരസ്പരം റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീ കോൺസെപ്റ്റ് ആണ് നമ്മളുടെ ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോറിൻ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ടേബിളുകളും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു ഫീൽഡ്, മീൻസ് ഒരു ആട്രിബ്യൂട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പേഴ്സണൽ ID എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടാണ്. കാരണം ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ടേബിളിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നാമത്തെ ടേബിളിൻ്റെ പേഴ്സണൽ ID എന്ന് പറയുന്ന ഈ കോളം അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ട് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേബിളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ആട്രിബ്യൂട്ട് തന്നെയല്ലേ രണ്ടാമത്തെ ടേബിളിൽ ഒരു ഫീൽഡായിട്ട് വന്നിട്ടുള്ളത്? ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അതേ ഫീൽഡ് അല്ലെങ്കിൽ അതേ ആട്രിബ്യൂട്ടാണ് രണ്ടാമത്തെ ടേബിളിൽ ഒരു ഫീൽഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ വേറൊരു ടേബിളിൻ്റെ ഒരു ഫീൽഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 2 ടേബിളുകളും തമ്മിൽ എന്തായി? പരസ്പരം റിലേഷനായി. കാരണം ഇതിൻ്റെ ഒരു പ്രതിനിധി എവിടെ ഉണ്ട്? രണ്ടാമത്തെ ടേബിളിലുണ്ട്. ആ വെറും പ്രതിനിധി മാത്രമല്ല, ഒന്നാമത്തെ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്രതിനിധിയാണ് ഏതിലുള്ളത്? രണ്ടാമത്തെ ടേബിളിൽ ഒരു ഫീൽഡായിട്ട് വന്നിട്ടുള്ളത്. സോ ഈ 2 ടേബിളുകളും തമ്മിൽ പരസ്പരം എന്തായി? റിലേഷനായി, പരസ്പരം കണക്റ്റഡ് ആയി.
ഓക്കെ, അങ്ങനെ പരസ്പരം കണക്ഷൻ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീസ് ആണ് ഫോറിൻ കീസ്. ഓക്കെ, അപ്പോൾ ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കീ ഈസ് യൂസ്ഡ് ടു കണക്ട് ഓർ ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ടേബിൾസ്. ഓക്കെ, അതാണെങ്കിൽ ഒരു ടേബിളിലുള്ള അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ അല്ലെങ്കിൽ ഒരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് വേറെ ഒരു ടേബിളിൻ്റെ ഫീൽഡായിട്ട് വരിക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഫോറിൻ കീ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഐ ഡി ഇവിടെ പ്രൈമറി കീ ആണ്. ആ പ്രൈമറി കീ ഇവിടെ വന്നിട്ട് ഇവിടെ ഫീൽഡ് ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് ഫോറിൻ കീ ആയിട്ട് മാറും. അപ്പം അതെന്തായി മാറി? ഫോറിൻ കീ ആയി. കാരണം ഇവിടുന്ന് ഈ സ്വദേശത്ത് നിന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ ഫോറിൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഉള്ള ടേബിൾ 1ലുള്ള പ്രൈമറി കീ എന്ത് ചെയ്യാണ്? ഇവിടുത്തെ ഫീൽഡായിട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഫോറിൻ കീ ആയിട്ട് മാറും. ഓക്കെ, നമ്മുടെ കേരളത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കൊക്കെ ഫോറിനേഴ്സ് വരാറില്ലേ? യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ആളുകൾ വരാറില്ലേ? നമ്മൾ ഈ വിനോദസഞ്ചാരത്തിനൊക്കെ വേണ്ടി വരാറില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്താ പറയുക? ഫോറിനേഴ്സ് എന്നാ പറയുക. എന്തുകൊണ്ടാണ് അവർ ഫോറിനേഴ്സ് വരാം? അവർ വിരുന്ന് വന്ന ആളുകളാണ്, അവർ പുറത്തുനിന്ന് വന്ന ആളുകളാണ്. സോ ഇവിടെയും ഈ പേഴ്സൺ ഐ ഡി എന്ന് പറയുന്നത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇത് നേരെ പോയിട്ട് എന്ത് ചെയ്തു? അയൽ രാജ്യത്ത് ഇവിടെ ഒരു ഫീൽഡായിട്ട് മാറി. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഫോറിൻ കീ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു തിയറി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ.